രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയുടെ കൂടെ ചമ്മന്തിയാണ്. അപ്പം ദോശ കട്ടി കുറച്ചതും അല്ലാത്തയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ചമ്മന്തി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മുളക് ചേർത്ത് ചിലപ്പം പച്ചമുളക് ചേർക്കും, ചിലപ്പം മുളക് പൊടി ചേർക്കും. ഇന്നിപ്പം മുളക് പൊടിയാണ് ചേർത്ത്. ഇപ്പുറത്ത് ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചമ്മന്തിക്ക് കടുക് വറുത്തിട്ട് അതൊന്ന് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്നേരം ചായ കുടിച്ചില്ല. ഇനി ഞാനൂടെ ചായ കുടിക്കാൻ എടുക്കട്ടെ. എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്ത് അതിനുശേഷം പിന്നെ അവന് ടിഫിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ എഗ്ഗ് ദോശ ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ ഇച്ചിരി സവാള മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. കുറച്ച് പച്ചമുളകൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റാണ്. ഇതിൽ ഉപ്പും ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം ആ മുട്ടയുടെ ആ ഒരു സ്മെല്ല് ടേസ്റ്റ് മാറാനായിട്ട്. എന്നിട്ട് മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മുട്ട ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇച്ചിരി നെയ്യോ ഓയിലോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ടാൽ മതി. എന്നിട്ട് ഞാനിതിങ്ങനെ ഒന്ന് റോള് ചെയ്തിട്ട് ടൂത്ത് പിക്ക് കുത്തി കൊടുത്ത്, കാരണം അതൊന്ന് ഇളകി പോകാതിരിക്കാൻ. പിന്നെ ബാക്കി ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിച്ചൊരു പാത്രത്തിലെടുത്ത് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അന്ന് വാങ്ങിച്ച ആ വറ്റ മീൻ അതിൻ്റെ തൊലി അവർ തൊലി കളയണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ തന്നെ. പക്ഷേ ഇവിടെ കൊണ്ടുവന്നെ ഞാനത് നോക്കിയിട്ട് ഭയങ്കര കട്ടി. അപ്പം ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും തൊലി കളയാൻ എനിക്ക് കുറേ സമയം എടുത്തു. നമ്മളിപ്പം മൊത്തത്തിലുള്ള മീനിൻ്റെ തൊലി കളയുമായിരുന്നെങ്കിൽ ഇത്രയും സമയം എടുക്കത്തില്ലായിരുന്നു. ഇത് ഇങ്ങനെ പീസാക്കിയതായതുകൊണ്ട് അതിൻ്റെ തൊലി കളയാൻ ഒത്തിരി സമയം എടുത്തു. അപ്പം ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി ഉലുവായും കടുകും ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് വഴന്ന് വന്നോണ്ടേ ഒരു 7 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇതാകുമ്പോൾ എരിവ് ഒട്ടുമില്ല. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ചേർത്തായിരുന്നു, ഉലുവാപ്പൊടിയും ചേർത്തു. പിന്നെ ആ മസാലയുടെ പച്ചമണം എല്ലാം പോകുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് ആ മസാലയൊന്ന് കുതിർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് അതൊന്ന് ഇത്തിരി ഒന്ന് ചൂടായി വന്നോണ്ടേ ഞാൻ മീനുകളെല്ലാം പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് അത് തിളച്ച് നന്നായി വറ്റി വരും. എന്നിട്ട് ലാസ്റ്റിൽ വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതെല്ലാം പറക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞോണ്ടേ ഇത് വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.